ഉറങ്ങി എണീച്ച് ഓടി പോയിന്ന്. ഹലോ, എന്താ നടക്കുന്ന ഇവിടെ? അങ്ങനെ വൈകുന്നേരമായി. ഹലോ ഹലോ, ഇന്നത്തെ ഒരു ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളെ മണിക്കൂട്ടിനും മേതോട്ടിക്ക് ആർക്കും എടി പോണ്ട, ഇന്ന് ലീവാണല്ലേ? സൺഡേ ആണ്. അതെ, സൺഡേ ഹോളിഡേ. അപ്പൊ രാവിലെ ഫ്രിഡ്ജ് വൃത്തിയാക്കുന്ന പരിപാടിയാണ്. ഫ്രിഡ്ജിലെ സാധനങ്ങളെല്ലാം പുറത്തേക്ക് നിരത്തിയിട്ട് കൊറേ ഉണ്ട്. ഇതിപ്പോന്ന് വെച്ചാൽ ഓരോരോ കഷ്ണം മുറിച്ചിട്ടായിരിക്കും ഫ്രിഡ്ജിൽ വെക്കാന്ന് വെച്ച് കഴിഞ്ഞാ പിന്നെ ഈ സാധനം ഓർമ്മയേ ഉണ്ടാവൂല. അങ്ങനെ കളയാൻ വേണ്ടിട്ട് ക്യാരറ്റ് ഉണങ്ങി ക്യാരറ്റിന് തന്നെ കൊറേ തപ്പിന്. ഇത് എന്റെ എല്ലാം ഇടക്കായോണ്ട് അതെ, അങ്ങനെ ഓരോരോ സാധനങ്ങൾ. ഒരു പ്രാവശ്യം കട്ട് ചെയ്ത് ഉള്ളിയാണ്. പിന്നെ ഉള്ളി ഇപ്പൊ ഞാൻ മേടിക്കുമ്പോ കുഞ്ഞു കുഞ്ഞു ഉള്ളി മേടിക്കും. വലിയ ഉള്ളി മേടിച്ച് എന്തായാലും മുഴുവനായിട്ട് വേണ്ടി വരില്ലല്ലോ. അതുകൊണ്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യം മേടിക്കും ഇതുപോലെ ചെറിയ ഉള്ളി, ഇതുപോലെ ചെറിയ ഉള്ളി മേടിക്കും. ഉള്ളി തന്നെ ചെറുത് മേടിക്കും. അപ്പൊ ഇതാകുമ്പോ ഒന്ന് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ മുഴുവനായിട്ട് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. ഇതുപോലെ ചെറുത് തന്നെ എടുക്കല്. അപ്പൊ ഇന്നലെ സാധനം കൊണ്ടുവന്നോണ്ട് ഞാൻ ഇന്ന് ഏതായാലും രാവിലെ തന്നെ ഫ്രിഡ്ജ് വൃത്തിയാക്കാന്ന്. അപ്പൊ അതിന്റെ കോലാഹലാണ് ഈ കാണുന്നത്. മാസത്തിലൊന്നല്ല, നമ്മൾ ഇവിടെ വരുന്നതിന്റെ മുമ്പേ കഴിഞ്ഞ ആഴ്ച ഫ്രിഡ്ജ് ഇടക്കിടക്ക് ഇവർക്ക് പറയലുണ്ട്. സിനാണ്ടൊന്നും വീലിന് വെള്ളം എടുക്കുന്നത്, കുടിക്കുന്ന, അല്ലെങ്കിൽ എടുക്കുന്ന, ഓറഞ്ച് എടുക്കുന്നത് തിന്നല്ലാണ്ട് വൃത്തിയാക്കൽ വരില്ല. നമ്മളങ്ങനെ നീ കൊണ്ടുവെക്കുന്നത് എടുത്തിട്ട് വൃത്തിയാക്കുന്നുണ്ടല്ലോ. ശരിനപ്പാ, അതിനൊരാള് വേണ്ടേ. അപ്പൊ മണിക്കൂട്ടിന് ഇന്ന് അബാക്കസിന്റെ ക്ലാസ്സിന് പോണം. ഏതോട്ടി ഉറങ്ങി എണീക്കണം അത്രേ. അമ്മ പിന്നെ രാവിലെ എന്തോ ഒരു അംഗൻവാടിന്റെ മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അമ്മക്ക് എപ്പോഴും മീറ്റിംഗ് ആണ്. ഞായറാഴ്ച വരെ ലീവിന്റെ ദിവസം വരെ മീറ്റിംഗ് ആണ്. അതെന്തോ എന്തോ ഉണ്ടാവരുത്, എന്തോ പരിപാടിയാ. സീറ്റ് സാരിയെല്ലാം കൊടുത്തിട്ട് രാവിലെ തന്നെ പോയിട്ടുണ്ടല്ലേ? ഞാൻ അറിഞ്ഞതറിയില്ല. ഇന്ന് ഞായറാഴ്ച ദിവസം പിന്നെ എല്ലാരും എണീക്കാൻ വേണ്ടിട്ട് കുറച്ചങ്ങ് വൈകും. കുറച്ചല്ല, കുറച്ച് നല്ലോണം അങ്ങ് വൈകും. മണിക്കൂട്ടിന് നമുക്ക് അബാകാസിന് ഉണ്ടാക്കണം, റെഡി ആയിട്ടുണ്ട്. അതെ, മണിക്കൂട്ടൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ കാലി ചായ കുടിക്കാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇടുന്ന. അതെ, ഞാനിത് എടുത്ത് കൊണ്ടുവരുന്ന സമയത്താണ് സീനാട്ടം വന്നത്. അപ്പൊ പിന്നെ ഏതായാലും ഞാൻ ഇതൊന്ന് ആദ്യം ഒതുക്കി വെക്കട്ടെ. ഇതെല്ലാം നിന്റെ പരിപാടികൾ നടക്കട്ടെ. അതിന്റെ അടുത്ത് മണിക്കൂട്ടിനെ വീടും മണിക്കൂട്ടിന് ഇപ്പൊ കൊണ്ടാക്കാനുമായി. അപ്പൊ ഇടതാ നമ്മളെ മേലൂട്ടി ഉറങ്ങി എണീച്ചിട്ടില്ല. ഒരുവനാണ് ഇവിടെ റെഡി ആയിട്ട്. മണിക്കൂട്ടാ, ഹായ്. മണിക്കൂട്ടോ, തിരക്കായി പോയാ? മണിക്കൂട്ട് മുഖം തീരുന്നില്ല, വേഗം ഓടി പോയിന്ന്. മണിക്കൂട്ടിന് അബാകാസിന് പോകാൻ വേണ്ടി സമയമായി. അല്ല മണിക്കൂട്ടാ? അപ്പൊ മണിക്കൂട്ട റെഡി ആയിട്ടതാ. മണിക്കൂട്ടിന്റെ പേന്റെല്ലാം ഊരിയിട്ടിന്ന് എല്ലാരും കാണണം. അപ്പൊ മണിക്കൂട്ടിന് ഇതാ റെഡി ആയിട്ട് ചായ കുടിക്കലായാലും. മണിക്കൂട്ട സമയം വൈകിപ്പോയല്ല. വൈകിപ്പോയി. ഓൻ കൊറേ നേരം ഏതൂട്ടിയുടെ അടുത്ത് പോയി നിന്നു അല്ലേ? മുടിയായിരുന്നുണ്ടായിന്. വേഗം കഴിച്ചിട്ടെന്നാ വേഗം പോവാൻ നോക്ക്. ഇനിയിപ്പൊ മണിക്കൂട്ടൻ റെഡി ആയിന്നല്ലോ ഇല്ലത് വാസ്തവന്നേ. ഇവിടെ ഒരാളുണ്ട്. പിന്നെ ഇനി മുടി വാരണമെങ്കിൽ തന്നെ വേണം മണിക്കൂറുകള്. അല്ല മണിക്കൂട്ട? മണിക്കൂട്ട ഭയങ്കര റെഡിയാ. മണിക്കൂട്ട കീപ്പിക്കുന്നവരെ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ഇനി അച്ഛൻ കീഞ്ഞ് വരണമെങ്കിൽ മണി കൊറേ സമയം എടുക്കും. അച്ഛൻ കീഞ്ഞ് വരാൻ സമയം വേണ്ട, പക്ഷെ ഒരു മുടി വാരനുണ്ട്, അതിന് കുറച്ച് സമയം എടുക്കും. അപ്പൊ മണിക്കൂട്ട നീ ചായ കുടിക്കാൻ, എനിക്ക് കുറച്ചുകൂടെ പണിയുണ്ട്. ഇതാ കൊറേ എല്ലാം നമ്മള് ഫ്രിഡ്ജിലേക്ക് കയറ്റി. ഇനിയിപ്പം കുറച്ചുകൂടെ വൃത്തിയാക്കാൻ. എന്താ അമ്മയും മോളും പരിപാടി? അമ്മയും മോളും മേതുവിനെ പഠിപ്പിക്കല് അല്ലേ? മേതുകുട്ടി ഇതാ എണീച്ചേ. കൊറേയൊക്കെ വൈകിട്ട് ഇന്ന് എണീച്ചിന്. സൺഡേ ഇന്നും സ്കൂളില്ലല്ലോ. അതുകൊണ്ട് വൈകി എണീച്ചു അല്ല ഇന്ന്. എടി പോന്ന് പറ. ഇന്നലെ നമ്മള് ഇവിടെ നമ്മുടെ മുച്ചിലോട്ട് തെയ്യത്തിന് പോയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം. അപ്പൊ അവിടെ നിന്നിട്ട് മേതുട്ടി 2 സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഏതെല്ലാം മേതുട്ടി? കാണിച്ചു കൊടുത്ത് നിന്റെ ഫ്രണ്ട്സ് എല്ലാം ഇതിലേതാ 2 സാധനങ്ങളായിട്ട്. അതിന്റെ ഒരു നെറ്റ് പോലെ ഇല്ല അല്ലേ? നെറ്റെല്ലാം അയച്ചു കാണിക്കുന്നുണ്ട് നിന്നെ കാണിക്കുന്നു. അയ്യോ, അത് ഇവിടെ ആയില്ല. അത് മോളാർന്ന് കാണിച്ചാൽ മതി. കാണിച്ചു കൊടുക്ക്. കാണിക്കറ കണ്ണ് തുറക്കുന്നതും അടക്കുന്നതുമായിട്ടില്ലേ? അതല്ല, ഇത് കണ്ണാടിയാണ് കേട്ടാ. കണ്ണ് തുറക്കുന്നതും അടക്കുന്നതും. കണ്ടോ?
ഒരു കണ്ണ് തുറക്കും 2 കണ്ണ് തുറക്കും അല്ലേ മേതുട്ടി? ഇതിങ്ങനെ അമ്മ കണ്ടിട്ട് ഇതിന്നല്ല ഇങ്ങനെ അല്ലേ? അതുപോലെ മേതു ആക്കിയത് അങ്ങനെ അതിൽ നോക്കിട്ട് അപ്പൊ 2 സാധനങ്ങളാണ് ഇന്നലെ വാങ്ങിയത്. ഇന്നലെ വലിയ പൈസ ഒന്നും ഉണ്ടായില്ല അല്ലേ? ഓള് കൊറേ കടയിൽ നോക്കിട്ട് ലാസ്റ്റ് ഇഷ്ടപ്പെട്ടു. ഇവക്ക് 2 എണ്ണം ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇന്ന് എല്ലാ ചന്തക്ക് പോയാലും എടുക്കും. ഇനിയിപ്പൊ തെയ്യത്തിന്റെ കാലങ്ങളായതുകൊണ്ട് ഇത് എത്ര എണ്ണം പൊട്ടിച്ചു കളഞ്ഞു. അതിന്റെ ഉള്ളിൽ മറ്റേ ഇത് നമ്മ ഒരു ഇത് അമ്മ എന്റെ കയ്യിൽ കൊടുത്താലേ ഇതിപ്പോ ചിലപ്പോ വെള്ളം വരും. എനിക്ക് ഇത് ഫുൾ പൊട്ടിച്ചിട്ടുണ്ടാവും. അത് പൊട്ടാണ്ട് നീ വെക്കുമെന്ന് ഞാൻ നോക്കട്ടെ. നോക്കാം എത്രത്തോളം അതിന്റെ. അത് ഇന്ന് വൈകുന്നേരം നമുക്ക് വേറൊരു വീഡിയോ എടുക്കാം. അത് വൈകുന്നേരം വരെ എങ്ങനെ ഉണ്ടെങ്കിൽ. അപ്പൊ നമ്മളെ മണിക്കൂട്ടനെ ഞാൻ അബകാസിന് കൊണ്ടാക്കി. മണിക്കൂട്ടനെ വിളിച്ചു ആയിരുന്നു. മണിക്കൂട്ടൻ പറഞ്ഞു ക്ലാസ് കഴിഞ്ഞു പിന്നെ വരണമെന്ന് പറഞ്ഞിട്ട് മണിക്കൂട്ടൻ വിളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ സീനാട്ടിനെ കൂട്ടാൻ വേണ്ടിട്ട് പോണം. ഞാൻ ഇത് മേതൂട്ടിക്ക് എക്സാം ആയതുകൊണ്ട് ABCD എല്ലാം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് നമ്മള് ചായ കുടി കഴിഞ്ഞു. മേതൂട്ടി എണീച്ച് ചായ കുടിച്ചല്ലോ മേതൂട്ടി. അച്ഛൻ ഇത് അച്ഛനും ഏട്ടനെ കൂട്ടിട്ട് വരട്ടെ. എന്താ നടക്കുന്ന ഇവിടെ? ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടവഴവുകൾ അല്ല മുട്ടവഴവാണ്. അപ്പൊ നിങ്ങൾക്ക് റെസിപ്പി കാണിച്ചു തരാം. ആരാണ് കാണിച്ചു കൊടുക്കുന്നത്? മുട്ടവഴവാക്കുന്ന പോലും കേട്ടോ. ആദ്യം നമുക്ക് വേണ്ടത് മുട്ടയാണ്. മുട്ട മണിക്കുട്ടൻ സ്പെഷ്യൽ മുട്ടിയാണ്. അത് എന്റെ ഇത് ചൂടായിനാ കല്ല്. ബ്രോ ഇംഗ്ലീഷ് പറയൂ. രണ്ടാളെ പരിപാടി കേട്ടാ. ഇയാളുണ്ട്. എന്തിനത് പൊട്ടിക്കുന്നത്? അതാ മുട്ട കൂടുതൽ കിട്ടണമെങ്കിൽ പൊട്ടിക്കണം. അതെയാ മണിക്കുട്ടന്റെ മുട്ട കുറവ് നമുക്ക് കാണാം. കൈ കൊണ്ട് വാരിയിട്ട് എന്നാലേ കൃത്യമായിട്ട് കിട്ടുക. പകുതി നിലത്താമല്ലടാ മുട്ടയില്. ഏറ്റവും ഫേവറേറ്റ് ഇതാണ് കുരുമുളക്. കുരുമുളകാ മണിക്കുട്ടൻ ഏറ്റവും ഫേവറേറ്റ് കുരുമുളകാണ്. നെക്സ്റ്റ് പിന്നെ നേടലി കുരുമുളക് കിട്ടില്ലേ? എനിക്ക് മറിച്ചിടാൻ പറ്റൂല. എന്റെ പ്രത്യേക പരിപാടിയാണ്. എന്റെ ഇടക്ക് വന്ന് കഥ വീണു പോയി. വാ ഇവന്റെ മുട്ട കാണിട്ട് കൈ നോക്ക്. മുട്ട ഫ്രൈ റെഡി. മുട്ട ഫ്രൈ റെഡിയാ? മതി. വേവാത്ത മുട്ടടി ബന്ധുവല്ലേ ഇത്? ബന്ധുവല്ല ഇതെല്ലാം വിധം വെന്ത മുട്ട ടേസ്റ്റ്. അപ്പൊ നമുക്ക് ചോറെടുക്കാം. ഞാൻ കൈ ഒന്ന് വെക്കട്ടെ. ആ പ്ലേറ്റ് ഒന്ന് എടുത്തിരോ. ഈ ലുക്ക് കണ്ട എന്റെ അമ്മ എന്നെ വെച്ചിട്ടില്ല. ഈ ലുക്ക് കണ്ടാല് അതുകൊണ്ട് കുറച്ച് വൃത്തിയാക്കി വെക്കണം. എന്റെ കാര്യം കത്തപ്പോകയാ. എടുത്തല്ല എടുത്ത സ്ഥാനത്ത് എടുത്ത് വെച്ചു. അല്ലെങ്കിൽ നിന്റെ അമ്മ കത്തപ്പോകയാ. നടക്കുന്ന എല്ലാം നമ്മള് തത്സമയ സംരക്ഷണത്തിലാണ്. എന്താണ് ആക്കി വെച്ച എന്റെ അമ്മ കാണിച്ചത്? വാ അടിപൊളി കഴിപ്പോ അമ്മ. എന്തേ ഇഷ്ടമല്ല? ഇപ്പൊ മുട്ടയെല്ലാം റെഡിയായി. ഏതു ശരിക്കും കഴിക്കേ. എങ്ങനെയുണ്ട് മുട്ട സൂപ്പർ. എങ്ങനെയുണ്ട് മേതൂട്ടി? മേതൂട്ടിയാ പറയുന്നത്. മണിക്കൂട്ടനുണ്ട്. മുട്ട സൂപ്പറാ.
അപ്പൊ മണിക്കൂറിന്റെ മുട്ട സൂപ്പർ എന്നാ പറയുന്നത്. അടിപൊളി. മുട്ട പറഞ്ഞാൽ തന്നെ പരിപാടിയില്ലേ. മുട്ട ചോറും കൂട്ടിട്ടാ മീത് മുട്ട പറഞ്ഞാൽ തരാൻ പറ്റും. എനിക്ക് മുട്ടില്ല. ഇതാണ് ഇവിടെ നടക്കുന്ന പരിപാടികൾ. മണിക്കുട്ടി ചോറ് കഴിക്കുമ്പോ ചോറ് കഴിക്കണം. രണ്ടുപേരും ചോറ് കഴിക്കും കേട്ടാ. So are you? So are you? I hear thunder. I hear thunder. In dawn you. ഓട്ടോ Oh, don't you? കുറേ നേരത്തെ വിശ്രമത്തിന് ശേഷം മേതൂട്ടി ഇതാ വീണ്ടും പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഓരോരോ സമയത്ത് ഇങ്ങനെ കുറച്ച് കുറച്ച് പറഞ്ഞു കൊടുക്കുന്നല്ല മേതൂട്ടി. കുറച്ചേരം കളിക്കും. മേതൂട്ടി കുറെ പാട്ടുകളെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. മേതൂട്ടിക്ക് കുറച്ച് ഇതായി പോയി. ഒരാള് വരുന്നുണ്ട് ഓടി. സെബോളിന്റെ ഇത് കഴിഞ്ഞു. ഡേറ്റാ ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞു. എവിടെ ഓടിപ്പോയത് കൊണ്ടുവച്ച്. ഡേറ്റ് ഓഫ് ബർത്ത് ആരത്? സെബോളിനാ അന്ന സാധനം. ജന്മദിനം കഴിഞ്ഞു. എന്നാന്ന് പറ. അത് എന്റെ ഇവിടെ തണുപ്പായിട്ട് മൊത്തത്തിലൊന്ന് പൊട്ടിയിട്ട് വന്നിട്ട്. ഇപ്പൊ തണുപ്പ് ചൂണ്ടിനല്ല എല്ലാവർക്കും തണുപ്പിനിങ്ങനെ. അല്ല ഇത് തണുപ്പിനാണ്. ചെറിയ വേദന ലിപ്സ്റ്റിക് ഇട്ടാല് വരും. ഇതിപ്പോ തണുപ്പിന് വന്നതാണ്. ചെറുങ്ങനെ ഒരു വേദന വന്നാൽ നമുക്ക് പനി വരും, ക്ഷീണവും വരും അല്ലേ? ക്ഷീണം തരാൻ ഓരോ എനിക്ക് പീടികയിൽ കിട്ടി. അപ്പൊ സാധനം ഇല്ല പോലും. അടി ഉണ്ടായിന് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിന്. അതുകൊണ്ട് അപ്പൊ അതിന്റെ ഡേറ്റ് ഈ തണുപ്പ് കാലായോണ്ട് ചുണ്ടെല്ലാം ഇങ്ങനെ ഇത് വരുന്നുണ്ട്. ചുണ്ടിനും കാലിനും ഒരു പേർക്കെല്ലാം കാലിനെല്ലാം അത് വരണ്ടോ എനിക്ക് എനിക്കെല്ലാം അങ്ങനെ ഉണ്ടാവുമല്ലേ. ചുണ്ടിന്റെ മുകളിലാന്ന്. ഇന്നലെ തെയ്യത്തിനായിരുന്നു എന്നോട് ഷീതു ചോദിച്ചു, ഇതെന്നാ നിങ്ങൾ ചുണ്ടിന്റെ മുകളിലാന്നോ ലിപ്സ്റ്റിക് ഇടല്? എല്ലാരും ചുണ്ടിനായിട്ടുള്ള ചുണ്ട്. അത് ഇവിടെ രാത്രി ഇങ്ങനെ അത് മാത്രായിട്ട് ചോന്ന കളർ കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അതുപോലെ പിന്നെ മേതുട്ടിക്ക് ചൂടിനാണ്. ചൂട് വരേണ്ട താമസം. കുരുവെല്ലാം അങ്ങ് മുഖത്തെല്ലാം ഇപ്പൊ ഈ തണുപ്പ് കഴിഞ്ഞാൽ തുടങ്ങും. മൊത്തത്തിൽ ചൂട് വരുമായിരിക്കും. അപ്പൊ നിങ്ങൾ ഇത് കണ്ടു എല്ലാരും. ഇന്ന് രാവിലെ നമ്മളൊരു വീഡിയോ എടുത്തില്ലേ ഇതിന്റെ? ഏട്ടനും അനിയനും കൂടി ഇന്നലെ വാങ്ങിയ അനിയത്തി വാങ്ങിയതാണ്. ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം വരെ ഉണ്ടാവില്ല. പ്രിയ നമ്മൾ സംസാരിച്ചതല്ലേ ഇത്? അതെല്ലാം പൊട്ടിച്ച് അത് എന്താ അതിന്റെ പാക്കറ്റ് വേറെ. ഇതിന്റെ ഓർബിറ്റ്സ് ഇടാ. ഇനി ഇവര് വേറെ പുതിയ കളികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അനിയത്തിയും കൂടി. ആഹാ എന്തില്ല പരിപാടി അന്ന്. അതെ അതെ അതെ. എന്താ ഉഷാറ് നോക്കരുത്. അത് അങ്ങ് എറിഞ്ഞത്. എന്താ പരിപാടി എടുത്തേ? ഇത് നമുക്കില്ലേ ആക്കി കഴിഞ്ഞിട്ട് കണ്ടോ എന്താണ് ആസൂത്രണം ചെയ്തിനി? ഒന്നുമില്ല. നിങ്ങൾ പായസായിട്ടൊന്നും ഒന്ന് എന്താ പരിപാടി ഉണ്ട്. അത് പൊട്ടിച്ച് കോടിക്കണക്കിനാണ്. 100 രൂപ. എത്രയാ പ്രിയ ഇനി? 100 100 സാധനം എന്താ ഒറ്റ ദിവസം. ഇന്നലെ രാത്രി ഒരു ദിവസം ആയിട്ടില്ല. 24 hours ആയിട്ടില്ല. 50 ഓൺലി. പ്രിയേ പൈസേന്റെ വില അറിയില്ല അവന്. അറിയാം 50 റുപ്യ ഉണ്ട്. അത് വേണ്ട. അങ്ങനെ വൈകുന്നേരമായി. ഇതാ നമ്മളൊരു ഷോർട്സ് എല്ലാം എടുത്തു കഴിഞ്ഞു അല്ലേ മണിക്കൂട്ടാ? ഷോർട്സ് എന്ന് പറഞ്ഞൊരു മണിക്കൂട്ടന്റെ മേക്ക് വെള്ളം ഒഴിക്കുന്നതാണ് സീനാണ്. അപ്പൊ അതോടെ മണിക്കൂട്ടന് പുളിയും കഴിഞ്ഞത്. അതിന്റെ അപ്പതാ നേരടി ഒന്നും പറയുന്നില്ല. ഉണ്ടാക്കും നല്ല വേണം. കട്ടൻ കാപ്പി വെച്ചിട്ടുണ്ട്. ഫുള്ള് ഇതാണല്ലേ. നമ്മുടെ ഇവിടെ ഉണ്ടായ പഴം ഉണ്ടായിരുന്നേ. ഇപ്പൊ അത് പഴുത്തതാ. ഈ പഴം ഇത് മൈസൂർ പഴമാണ്. അപ്പൊ നമ്മള് മൈസൂർ പഴം കഴിക്കാൻ നെയ്പ് പോകാനായിട്ടുണ്ടെങ്കിൽ വേഗം
വേഗം ചെലവാകും. മൈസൂരാണ് മണിക്കൂർ തന്നെ എടുത്തെടുത്ത് കഴിക്കുമായിരുന്നു. അപ്പോൾ നമ്മള് കട്ടൻ കാപ്പി റെഡിയായി. കട്ടൻ കാപ്പി റെഡിയായി. കട്ടൻ കാപ്പി, ചിപ്സും ബ്രെഡും ജാമും. അപ്പൊ അങ്ങനെ മുളകുപൊടി ഞാൻ മധുരത്തിന് കാണുമ്പോ ഞാനും അത് മധുരം വിചാരിച്ചിട്ടാ വാങ്ങിയത് കേട്ടാ. എരിവാണല്ലേ സംഭവം. ഞാൻ കഴിച്ചില്ല. ചൂട് ചായയാണ്. എരിഞ്ഞിട്ടോള് ചൂട് ചായ എടുത്ത് കുടിക്കാൻ പോവാൻ. തനിയായിട്ട് നല്ല എരിവുണ്ട്. എരിവുണ്ടങ്ങ് തിന്നുന്നുണ്ട്. അപ്പൊ ഇനി ചായ കുടിച്ചിട്ട് വേണം മേതൂട്ടീനെ കുളിപ്പിക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് ഓളെ പഠിപ്പിക്കാൻ. മണി കുളിച്ചു. ഈ വീട്ടിൽ കുളിക്കാൻ പറയുമ്പോ അതാണ്. മേതൂട്ടി വിളിക്കാൻ പറയുമ്പോ മേതു ചോദിക്കും മണി കുളിച്ചു പോന്ന്. മണീനോട് പറയുമ്പോ കുളിക്കാൻ മടിയില്ല ഒരു കുട്ടി. കുളിക്കാൻ വേണ്ടിട്ട് ഭയങ്കര മടിയാണ്. അപ്പൊ ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ ഒരു വിശേഷം. അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.